ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏറ്റവും മികച്ച ഡോക്ടർ തന്നെയാവും നിന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടത്തുക. ശരി മാഡം. പിന്നെ വാക്ക് മാറ്റാനായിട്ട് നീ മിടിക്കുകയെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി ഒരു വാക്ക് മാറ്റം നീ ചിന്തിച്ചാ പോലും അത് നിനക്ക് അപകടമാണ്. ഉള്ളത് പങ്കിട്ട് അമ്മയ്ക്ക് അല്പം വാരിക്കൊടുത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നാല് എനിക്ക് സ്വർഗത്തുല്യായിരുന്നു. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ നോക്കി എനിക്ക് എന്റെ അമ്മയുടെ മുന്നില് നേരെ ചൊവ്വന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കാൻ പറ്റുന്നുണ്ടോ? കള്ളിയല്ലേ ഞാൻ, അമ്മയെ പറ്റിക്കുന്ന പേരും കള്ളി. എന്താ മോളെ ഇത്? മോളെ എന്താ എന്താ? തങ്കേജി പെട്ടെന്ന് വീണു പോയതാ ഗോപാലേട്ടാ. ഞങ്ങള് പിന്നെ പെട്ടെന്നൊരു വണ്ടി വിളിച്ചിങ്ങ് പോന്നു. ഡോക്ടർ എന്താ പറഞ്ഞേ? ICUല പരിശോധിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവളാണെങ്കി ആകെ തകർന്നു നിൽക്കുക. മോളെ പേടിക്കണ്ട. തങ്കത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുള്ളതല്ലേ. മോള് തങ്കത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നതൊക്കെ ദൈവം കാണുന്നുണ്ട്. നിന്നെ വേദനിപ്പിക്കില്ല. ഡോക്ടർ, അമ്മയ്ക്ക് തൽക്കാലം ജീവൻ ആപത്തൊന്നുമില്ല. പക്ഷേ കണ്ടീഷൻ അത്ര നല്ലതല്ല. ചില ടെസ്റ്റുകൾ കൂടി നടത്തേണ്ടി വരും. അമ്മ ഇന്ന് തന്നെ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്നതാ നല്ലത്. ഇനിയും വൈകിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാവും. ഇപ്പൊ പെട്ടെന്ന് അസുഖത്തിന് ചികിത്സിക്കേണ്ടത് കൃത്യസമയത്താ. അതിന് വീഴ്ച വരുത്തിയ അത് അവരുടെ ജീവനെ തന്നെ സാരമായി ബാധിക്കും. ഒരുപക്ഷെ കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ എന്ന് കരുതി മാറ്റിവെച്ച പിന്നെ സർജറി കൊണ്ട് തന്നെ ഒരു ഫലം ഉണ്ടായിന്ന് വരില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിനു വേണ്ട മുഴുവൻ തുകയും ഉടൻ തന്നെ അടയ്ക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് സർജനെ അറിയിച്ചാൽ മതി. എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാ? ഡോക്ടർ വളരെ സീരിയസ് ആയിട്ടല്ലേ മോളെ പറയുന്നേ? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ പറ്റില്ലല്ലോ. തങ്കത്തിന്റെ ഓപ്പറേഷൻ ചെലവുകൾ മുഴുവനും സിത്താര മേഡം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞപ്പോ അതൊരു വലിയ ആശ്വാസമായിട്ട് തോന്നിയതാ. പക്ഷേ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാന്ന് പറഞ്ഞാല്. കൃഷ്ണേ, നീ എന്താ ഒന്നും പറയാത്തെ? അമ്മയുടെ ചികിത്സ മുടങ്ങാൻ പാടില്ല. എന്റെ ജീവൻ കൊടുത്തും അമ്മയെ രക്ഷിക്കണമെന്നാ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന. എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഫോൺ എടുക്കുന്നില്ല ചേച്ചി. ഹലോ മാഡം, അമ്മേ പെട്ടെന്ന് തളർന്നു വീണു. ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കാം. ഇവിടെ കുറച്ച് പണം അടയ്ക്കണം. എത്രയും പെട്ടെന്ന് വേണം. ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് അംഗീകരിച്ചോ? വിവാഹ മണ്ഡപത്തിൽ നവീൻ നിന്നെ താലി കെട്ടുന്നത് നിനക്ക് സമ്മതമാണോ? സമ്മതം.
പറഞ്ഞ എന്ത് കാര്യവും ഞാൻ അനുസരിച്ചോളാം. ഓക്കെ, എങ്കിൽ സർജറിക്കും അതിനുശേഷമുള്ള ചികിത്സയ്ക്കും വേണ്ടിയുള്ള പണം നിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ എത്തും. ഞാൻ ഹോസ്പിറ്റലിൽ വിളിക്കാം. ഏറ്റവും മികച്ച ഡോക്ടർ തന്നെയാവും നിന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടത്തുക. ശരി മാഡം. പിന്നെ വാക്ക് മാറ്റാനായിട്ട് നീ മിടിക്കുകയെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി ഒരു വാക്കുമാറ്റം നീ ചിന്തിച്ചാ പോലും അത് നിനക്ക് അപകടമാണ്. ഞാൻ പറഞ്ഞില്ലേ സിനി, എന്റെ ആവശ്യത്തിന് ഞാൻ അവളെ എത്തിക്കൂന്ന്. വരുന്ന കണ്ടില്ലേ അവള്? അവരാഗ്രഹിച്ചതൊക്കെ നടക്കും സുനന്ദേച്ചി. അതുകൂടി സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാ ദൈവം അമ്മയെ വീഴ്ത്തിയത്. മോളെ, സിത്താര മേഡം പറഞ്ഞത് താലി കെട്ട് കഴിഞ്ഞാ പിന്നെ നീ അവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്നല്ലേ? പിന്നെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകുന്നത് അവരുടെ മകള് ഗാഥ തന്നെയല്ലേ? എന്തായാലും കല്യാണം കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിൽ പോലെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് അമ്മയും കൊണ്ട് പോവാ മോളെ. പോവാം. അയാളെ കെട്ടിത്തരുന്ന ഒരു താരയും കഴുത്തിലിട്ടിട്ട് പോവാം. ഗതികേടിന്റെ അർത്ഥം പഠിക്കാൻ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് എന്നെ സുനന്ദേച്ചി. ഇതിനും അപ്പുറം വേറെ ഉദാഹരണങ്ങളൊന്നുമില്ല.